ഹായ്, വെൽക്കം ബാക്ക്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. സൈബർ സെക്യൂരിറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുന്നേ എന്താണ് സൈബർ സ്പേസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ഗ്ലോബൽ ഡൊമൈനാണ്. ഇൻ്റർനെറ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്, കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഇവയൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഇന്റർ ഡിപ്പെൻഡൻറ്റ് നെറ്റ്വർക്ക് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഡിജിറ്റലൈസേഷൻ കൂടുന്തോറും ഡാറ്റ വൾണറബിലിറ്റി സ്വാഭാവികമായിട്ടും കൂടുമല്ലേ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് സൈബർ സ്പേസിൽ സൂക്ഷിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സെക്യൂരിറ്റി പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സൈബർ അറ്റാക്ക്, ഡാമേജ്, മിസ്യൂസ് ഇവയിൽ നിന്നൊക്കെ സൈബർ സെക്യൂരിറ്റി നമ്മളെ ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. വളരെയധികം പ്രാധാന്യമുള്ളതായതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി കൺസേൺസും പ്രധാനപ്പെട്ടവയാണ്. ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 2018-19 സമയത്തെ ഗ്ലോബൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി സർവേ പ്രകാരം സൈബർ ത്രെറ്റ്സ് കൂടുതൽ ഡിറ്റക്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മളെ ഇന്ത്യ. ഇത് കൂടാതെ ടാർഗറ്റഡ് അറ്റാക്സ് കൂടുതൽ നടക്കുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്ത് വരുന്നതും ഇന്ത്യയാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് സൈബർ അറ്റാക്സ് വരുന്നത് ബാങ്കിങ് സെക്ടർ, ടെലികോം സർവീസ് ഒക്കെയാണ്. അതുപോലെ ഈ മാനുഫാക്ചറിങ് സെക്ടർ, ഹെൽത്ത് സെക്ടേഴ്സിലൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അറ്റാക്സും നേരിടുന്നുണ്ട്. ഇനി കൺസേൺസ് നോക്കുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് സൈബർ അറ്റാക്കാണ്. സൈബർ അറ്റാക്ക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു ഇൻഡിവിജ്വലിൻ്റെയോ ഓർഗനൈസേഷൻ്റെയോ ഇൻഫർമേഷൻ സിസ്റ്റം ബ്രേക്ക് ചെയ്തിട്ട് ഇൻഫർമേഷൻ ചോർത്തിയെടുക്കാനായിട്ട് മനഃപൂർവ്വം ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ സൈബർ അറ്റാക്സ് തന്നെ വിവിധ തരത്തിലാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് മാൽവെയർ. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെയോ ഡാമേജ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് മാൽവെയർ. ഇപ്പോൾ മാൽവെയർ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. റാൻസം വെയർ, സ്പൈവെയർ, വേംസ്, വൈറസ്, അതുപോലെ ട്രോജൻ തുടങ്ങിയവയൊക്കെ മാൽവെയറിന് എക്സാമ്പിളാണ്. നമ്മൾ ഈ അടുത്ത് കേട്ടിട്ടില്ലേ വാനാക്രൈ റാൻസം വെയർ അറ്റാക്ക്? അത് ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഏകദേശം 104 രാജ്യങ്ങളാണ് ഈ അറ്റാക്കിൽ ഇരയായിട്ടുള്ളത്. ഏകദേശം 2 ലക്ഷത്തോളം കമ്പ്യൂട്ടർ സിസ്റ്റംസ് അഫക്റ്റഡ് ആവുകയും ചെയ്തു. അടുത്ത ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്കാണ് ഫിഷിംഗ്. മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇമെയിൽസ്, വെബ്സൈറ്റ്സ് ഉപയോഗിച്ചിട്ട് പേഴ്സണൽ ഇൻഫർമേഷൻസിനെ ചോർത്തിയെടുക്കുന്ന ഒരു സൈബർ അറ്റാക്കാണ് ഫിഷിംഗ്. അടുത്തത് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സ്. ഒരു മെഷീനിനെയോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനെയോ അതിൻ്റെ ഇൻറ്റൻഡഡ് യൂസേഴ്സിന് ആക്സസിബിൾ ആകാത്ത വിധം തടസ്സം ചെയ്യുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ക്രാഷ് ഉണ്ടാകുന്ന വിധത്തിൽ ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യുക. ഇതുവഴിയാണ് ഈ ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്ന അറ്റാക്ക് പ്രവർത്തിക്കുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്കാണ് മാൻ ഇൻ ദി മിഡിൽ. ഒരു 2 പാർട്ടി ഇൻറ്ററാക്ഷൻസിൽ ഈ അറ്റാക്കേഴ്സ് അവരെ തന്നെ ഇൻസേർട്ട് ചെയ്യുന്ന വിധത്തിലാണ് ഈ അറ്റാക്ക് നടത്തുന്നത്. ഒരിക്കൽ അവർ അതിനിടയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റീൽ ചെയ്യാനോ അതുപോലെ തന്നെ നശിപ്പിക്കാനോ ഇവർക്ക് കഴിയും. സൈബർ സെക്യൂരിറ്റി കൺസേൺസിൽ രണ്ടാമത് നമ്മൾ പറയുന്നത് സൈബർ ക്രൈംസ് ആണ്. അപ്പോൾ ഇൻഡിവിജ്വൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന സൈബർ ക്രൈംസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. അതായത് ഒരാളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ ആക്സസ് ചെയ്തിട്ട് അയാളുടെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് തട്ടിപ്പ് നടത്തുക. ഇതാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ബാങ്കിങ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് ഫോൺ കോൾസ് വന്നിട്ട് തെറ്റായ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്ത് OTP നേടിയെടുത്തിട്ട് തട്ടിപ്പിനിരയായിട്ടുള്ള കുറേ പേരുടെ കഥകളൊക്കെ. അതെല്ലാം ഈ ഐഡൻറ്റിറ്റി തെഫ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ IT ആക്ടിൽ സെക്ഷൻ 66 ഓഫ് C ഡീൽ ചെയ്യുന്നത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്. അടുത്തതാണ് ഹറാസ്മെൻറ്റ്. ഈയിടെ നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ വൻ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒന്നാണല്ലോ ഈ സൈബർ ബുള്ളിങ്. സൈബർ ബുള്ളിങ് സൈബർ ക്രൈം ആയിട്ടുള്ള ഹറാസ്മെൻറ്റിൽ പെടുന്നതാണ്. അതായത് ഒരാളെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കളിയാക്കുക. ഇതിനെയാണ് ഹാരാസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. അടുത്തത് ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ്, ആൾമാറാട്ടം. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആൾമാറാട്ടം നടത്തിയിട്ട് തട്ടിപ്പ് നടത്തുന്ന രീതിയാണിത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈയിടെയായിട്ട് കേട്ടില്ലേ, ഈ IPS ഓഫീസേഴ്സിൻ്റെ പേരിൽ ഫേക്ക് ID ക്രിയേറ്റ് ചെയ്തിട്ട് പണം ആവശ്യപ്പെടുന്നു എന്ന്. അത് ഈ ഇംപേഴ്സണേഷൻ്റെ കീഴിൽ വരുന്നതാണ്. IT ആക്ടിൽ സെക്ഷൻ 66D ഈ ചീറ്റിംഗ് ബൈ ഇംപേഴ്സണേഷൻ ഡീൽ ചെയ്യുന്നത്. വയലേഷൻ ഓഫ് പ്രൈവസി, മറ്റൊരാളുടെ പ്രൈവസി ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് കീഴിൽ വരുന്ന ക്രൈം. അടുത്തതാണ് ഡിസെമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ. സെക്ഷൻ 67 ഓഫ് IT ആക്ടിലാണ് ഈ ക്രൈമിനെ കുറിച്ച് പറയുന്നത്. പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽസ് ഇൻ ഇലക്ട്രോണിക് ഫോം. അതായത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഓഫ് മൊറാലിറ്റി അല്ലെങ്കിൽ ഡീസൻസിയുടെ വയലേഷനാണ് ഇവിടെ ക്രൈമായിട്ട് പറയുന്നത്. ഈ കേസിൽ കൺവിക്ഷൻസിന്റെ രീതിയും വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ മാത്രമേ ബെയിൽ ലഭിക്കുകയുള്ളൂ, സെക്കൻഡ് ടൈം നോൺ ബെയിലബിൾ ആണ് ഈ ഒഫൻസ്. അടുത്തതാണ് സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. അതിൽ ഒന്നാമത് വരുന്നത് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്. മറ്റൊരു വ്യക്തിയുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് ചോർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള കോപ്പിറൈറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക് തുടങ്ങിയവയുള്ള വയലേഷനാണ് ഇവിടെ പറയുന്നത്. ഈ കണ്ടന്റ് മോഷ്ടിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റിൽ വരുന്നതാണ്. തേർഡ് വൺ ആണ് ഇന്റർനെറ്റ് ടൈം തെഫ്റ്റ്. അതായത് ഓണറിന്റെ അനുവാദമില്ലാതെ അയാളുടെ ഇന്റർനെറ്റ് യൂസ് ചെയ്യുക, അതാണ് ഇവിടെ വരുന്നത്. ഇനിയുള്ളത് ഒരു അല്പം കൂടി സീരിയസ് ആണ്, സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഗവൺമെന്റ്. ഫസ്റ്റത്തത് സൈബർ ടെററിസം. IT ആക്ട് സെക്ഷൻ 66F സൈബർ ടെററിസത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. സെൻസിറ്റീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, എയർ ട്രാഫിക്, ടെലികോം പോലുള്ള നെറ്റ്വർക്സിനെതിരെ നടക്കുന്ന സൈബർ ക്രൈംസ്, അതിനാണ് സൈബർ ടെററിസത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതിൽ പെടുന്നവയാണ്. അടുത്തതാണ് വെബ്സൈറ്റ് ഡിഫേസ്മെന്റ്. ഗവൺമെന്റ് വെബ്സൈറ്റ്സ് ഹാക്ക് ചെയ്തിട്ട് ഡെറോഗേറ്ററി കമന്റ്സ് പോസ്റ്റ് ചെയ്യുന്നതാണ് ഇതിന് കീഴിൽ വരുന്ന ക്രൈം. ലാസ്റ്റ് വൺ ആണ് അറ്റാക്സ് അഗെയിൻസ്റ്റ് ഗവേണൻസ് സൈറ്റ്സ്. ഇതെന്താന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഓൺലൈൻ ഗവൺമെന്റ് സർവീസ് ഹാക്ക് ചെയ്യുക, അതുവഴി ഈ ഹാക്കേഴ്സിന് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുകയും അതുപോലെ ഡാറ്റ എടുക്കാനായിട്ടും അതുപോലെ നശിപ്പിക്കാനായിട്ടും കഴിയും. അതാണ് ഇതിന് കീഴിൽ വരുന്ന ക്രൈം. അടുത്തത് ക്രിപ്റ്റോ കറൻസി. ഈ ക്രിപ്റ്റോ കറൻസിയെ ക്രിപ്റ്റോ അസറ്റ് എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇക്വിറ്റി മാർക്കറ്റ്സിൽ ഷെയർസ് ഒക്കെ മേടിക്കാനായിട്ട് ക്രിപ്റ്റോ കറൻസിക്ക് പറ്റുന്ന കാരണം കൊണ്ടാണ് ഇതിനെ ക്രിപ്റ്റോ അസറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ RBI ക്രിപ്റ്റോ കറൻസി ഡീല് ബാൻ ചെയ്ത സർക്കുലർ സുപ്രീം കോടതി സ്റ്റക്ക് ഡൗൺ ചെയ്ത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കറൻസിക്ക് വാല്യൂ ഉണ്ടാവാനായിട്ടുള്ള കാരണം നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ ബാക്കിംഗ് ആണല്ലോ. അപ്പൊ അത് തന്നെയാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ കുറയാനായിട്ടുള്ള കാരണവും. അപ്പൊ ഇത് ബാൻ ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ഫ്രീക്വന്റ് ആൻഡ് ഹൈ ഫ്ലക്ച്വേഷൻ ഇൻ വാല്യൂ കാരണം ഈ ക്രിപ്റ്റോ കറൻസി പുവർ യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് റിസ്ക് ഫാക്ടറാണ്. അതായത് സ്റ്റേറ്റിന് ആന്റി മണി ലോണ്ടറിങ്, ടെററിസം കൺസേൺസ് ഒക്കെയും അതുപോലെ തന്നെ യൂസേഴ്സിന് ലിക്വിഡിറ്റി, ക്രെഡിറ്റ് ആൻഡ് ഓപ്പറേഷണൽ റിസ്ക് ഒക്കെ ഫേസ് ചെയ്യേണ്ടത് കൊണ്ട് ഇത് റിസ്ക് ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് ബാൻ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻട്രപ്റ്റ് ആവാനുള്ള ചാൻസസ്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യുന്നത്. ഇനി ഈ ബാൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്നുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തത് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്നത്. അനോണിമസ് ആയിട്ടുള്ള പിയർ ടു പിയർ ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. നമ്മുടെ ഇലക്ട്രോണിക് ആർട്ടിക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ റെക്കോർഡഡ് ആവും. അതായത് ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡഡ് ആവും. ഫേക്ക് ആയിട്ടുള്ളവ ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഡിസലോ ചെയ്യുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ക്രിപ്റ്റോ കറൻസിയിൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഡാറ്റ ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഡാറ്റ, അല്ലെങ്കിൽ ഡാറ്റയുടെ ഡെഫിനിഷൻ എന്താണ്?
Data is the large collection of information that is stored in a computer or on a network. ഡാറ്റ ഫിഡ്യൂഷ്യറീസ് എന്ന എൻറ്റിറ്റീസ് ആണ് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതും. ഇൻവേഷൻ ഓഫ് പ്രൈവസി, ടാർഗറ്റഡ് അഡ്വർടൈസിങ്, ഫ്യൂച്ചർ എക്കണോമി ആൻഡ് ഇഷ്യൂസ്, ഇതൊക്കെ നമ്മൾ മുൻനിർത്തിയാണ് ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഇഷ്യൂ ഓഫ് ഡാറ്റ പ്രൊട്ടക്ഷൻ അഡ്രസ് ചെയ്യാനായിട്ട് ഇന്ത്യയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ PDP ബിൽ 2019. BN ശ്രീകൃഷ്ണ കമ്മിറ്റി ആയിരുന്നു ഇതിന്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത്. അതിൽ നിന്നാണ് നമ്മൾ ബില്ല് കൊണ്ടുവന്നത്. എന്നാൽ പക്ഷേ ഈ കമ്മീഷന്റെ ഫൈൻഡിങ്സിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായിട്ടാണ് ഈ PDP ബില്ല് വന്നിട്ടുള്ളത്. 2017 പുട്ടസ്വാമി ജഡ്ജ്മെന്റിലാണ് പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മുടെ രാജ്യത്ത് ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആദ്യമായിട്ട് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ശ്രീകൃഷ്ണ കമ്മിറ്റി റിപ്പോർട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ക്രിട്ടിക്കൽ പേഴ്സണൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ പ്രോസസ്സ് ചെയ്യുന്നതും ഇന്ത്യയിൽ മാത്രമായിരിക്കണം. അടുത്തത്, അറ്റ്ലീസ്റ്റ് 1 കോപ്പി ഓഫ് പേഴ്സണൽ ഡാറ്റ ഇന്ത്യയിൽ തന്നെയുള്ള സെർവേഴ്സിൽ സ്റ്റോർ ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. തേർഡ് വണ്ണാണ്, ഡാറ്റ ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സേഫ് ഗാർഡ് എടുത്തതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അടുത്തത് പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2019. ഇതിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതാണ് പേഴ്സണൽ ഡാറ്റ. ഇതിൽ പേര് പോലെ തന്നെ ഈ ഡാറ്റയിൽ നിന്ന് ഒരു ഇൻഡിവിജ്വലിന്റെ ഐഡന്റിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ലൈക്ക് നെയിം, അഡ്രസ് എക്സെട്ര. അപ്പോൾ അബ്രോഡ് നമ്മുടെ ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ കൺസെന്റ് മാത്രം മതി അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അതാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത് വരുന്നതാണ് സെൻസിറ്റീവ് പേഴ്സണൽ ഡാറ്റ. കാസ്റ്റ്, റിലീജിയൻ, ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് പോലുള്ള കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഡാറ്റാസ് ഉണ്ടല്ലോ, ആ ടൈപ്പ് ഡാറ്റാസ് അബ്രോഡ് പ്രോസസ് ചെയ്യുന്നതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഡാറ്റ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ അപ്രൂവൽ പോലുള്ള കുറച്ച് കണ്ടീഷൻസ് പരിഗണിച്ച് മാത്രമേ പ്രോസസ്സിങ് നടക്കുള്ളൂ. മൂന്നാമതായിട്ട് വരുന്നതാണ് ക്രിട്ടിക്കൽ പേഴ്സണൽ ഡാറ്റ. മിലിറ്ററി അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ഡാറ്റ പോലെയുള്ള ഗവൺമെന്റിന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള എപ്പോൾ വേണമെങ്കിലും ഡീം ചെയ്യാൻ പറ്റുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതും ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം. ഇനി പേഴ്സണൽ ഡാറ്റയുടെ കേസിൽ വരുമ്പോൾ ഡാറ്റ മിററിംഗ് റിക്വയർമെന്റ് ഈ ബില്ല് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റ മിററിംഗ് എന്താന്ന് വെച്ചാൽ ഡാറ്റ ഒരു ലൊക്കേഷനിൽ നിന്ന് സ്റ്റോറേജ് ഡിവൈസിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ഡാറ്റ മിററിംഗ്. ഇനി നോൺ പേഴ്സണൽ ഡാറ്റയുടെ കാര്യത്തിലാണെങ്കിൽ ഗവൺമെന്റ് എപ്പോൾ ആവശ്യപ്പെട്ടാലും ഡാറ്റ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഈ ഫിഡ്യൂഷ്യറീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശത്തിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ ബില്ല് ശ്രീകൃഷ്ണ കമ്മിറ്റിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് വന്നതെങ്കിലും ചില ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. സോ ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് സ്റ്റോറേജിന്റെ കാര്യമാണ്. ഈ ഡ്രാഫ്റ്റ് പറയുന്നത് എല്ലാ ഫിഡ്യൂഷ്യറീസും ഒരു കോപ്പി ഓഫ് പേഴ്സണൽ ഡാറ്റ ഇന്ത്യയിൽ സ്റ്റോർ ചെയ്യണമെന്നാണ്. പക്ഷെ എന്നാൽ ഈ പ്രൊവിഷൻ ക്രിട്ടിസൈസ് ചെയ്യപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഫോറിൻ ടെക്നോളജീസ് നമ്മളെ ഇന്ത്യൻസിന്റെ ഡാറ്റ എബ്രോഡാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി നമ്മളെ ചില ഡൊമസ്റ്റിക് സ്റ്റാർട്ടപ്സും വറീഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ അപ്രൂവ്ഡ് ബില്ല് ഈ ഒരു കണ്ടീഷനെ റിമൂവ് ചെയ്തിട്ട് ഡാറ്റ എബ്രോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് ഇൻഡിവിജ്വലിന്റെ കൺസെന്റ് മാത്രം മതി എന്നാക്കി. പിന്നെ ഈ ഡാറ്റ അബ്രോഡ് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് വേണം. അതിൽ ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ അപ്രൂവലും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് വരുന്നത് നോൺ പേഴ്സണൽ ഡാറ്റയാണ്. ഈ ടൈപ്പ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ നോൺ പേഴ്സണൽ ഡാറ്റ ഗവൺമെന്റ് എപ്പോൾ ആവശ്യപ്പെട്ടാലും ഫിഡ്യൂഷ്യറീസ് നൽകണം എന്നാണ് ബില്ലിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഡ്രാഫ്റ്റിൽ ഈ ടൈപ്പ് ഡാറ്റയെ കുറിച്ച് പരാമർശിക്കുന്നതേ ഇല്ല. നമ്മൾ ഓൾറെഡി ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2019 കുറിച്ച് ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിന്റെ ഡീകോഡിംഗ് ആണ്. അതായത് ഈ ബില്ല് പരാമർശിച്ചിട്ടുള്ള വിവിധ ആസ്പെക്ട്സ്, കൺസ്യൂമേഴ്സ്, അതുപോലെ ഗവൺമെന്റ് ആൻഡ് റെഗുലേറ്ററി റോൾസ്, വാട്ട് കമ്പനി ഹാവ് ടു ഡു, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഡാറ്റ ലോക്കലൈസേഷൻ ആണ് നോക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഈ ഡാറ്റ ലോക്കലൈസേഷൻ എന്ന് വെച്ചാൽ ഡാറ്റ ജനറേറ്റ് ആകുന്ന ആ രാജ്യത്തിന്റെ ബോർഡേഴ്സ് അല്ലെങ്കിൽ ബൗണ്ടറിക്കുള്ളിൽ തന്നെ ഫിസിക്കലി പ്രസന്റഡ് ആയിട്ടുള്ള ഡിവൈസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം.
ഇത്തരത്തിൽ സ്റ്റോർ ചെയ്യുന്ന പ്രാക്ടീസിനെയാണ് നമ്മൾ ഡാറ്റ ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലെ ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഇന്ത്യക്ക് ഔട്ട്സൈഡ് ആയിട്ടുള്ള ക്ലൗഡിലാണല്ലോ. ഈ ലോക്കലൈസേഷൻ മാൻഡേറ്ററി ആവുന്ന കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ കൺസ്യൂമറിന്റെ ക്രിട്ടിക്കൽ ഡാറ്റ അത് രാജ്യത്തിനുള്ളിൽ തന്നെ സ്റ്റോർ ചെയ്യുകയും അതുപോലെ പ്രോസസ്സ് ചെയ്യുകയും വേണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇനി ഈ ഡാറ്റ ലോക്കലൈസേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിന് ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ ലോ എൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഡാറ്റ അത് ആക്സസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെ സൈബർ അറ്റാക്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള പരിശോധനയും പിന്നീടുള്ള ഡാറ്റ നിരീക്ഷണവും നടത്തുന്നു. പിന്നെ നമ്മൾ കേട്ടിട്ടില്ലേ ഈ ഫേക്ക് ന്യൂസ്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയുള്ള ഈ ഫേക്ക് ന്യൂസ് മോണിറ്റർ ചെയ്യാനും അതുപോലെ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കുന്നു. ഈ ഫേക്ക് ന്യൂസ് വഴി ഉണ്ടാവുന്ന ഈ ലിഞ്ചിങ് അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ്, ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഫേക്ക് ന്യൂസുകളൊക്കെ അവ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നു. പിന്നെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കേട്ടിട്ടുണ്ടാവുമല്ലോ, ഗവൺമെൻറ് ഇന്റർനെറ്റ് ജെയിൻസ് ആയിട്ടുള്ള ഫേസ്ബുക്ക് അതുപോലെ ഗൂഗിൾ എന്നിവരെയൊക്കെ ടാക്സ് പരിധിയിൽ വരുത്തി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഇന്റർനെറ്റ് ജെയിൻസിന്റെ പക്കൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ടാക്സ് കളക്ഷൻസിൽ ഈ ക്രിട്ടിക്കൽ ഡാറ്റ സേഫ് ഗാർഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ അഡ്വർടൈസ്മെന്റ്സ് അതുപോലെ ലോക്കൽ ക്ലയൻസിന് കൊടുക്കുന്ന സർവീസിന്റെ ടാക്സ് ഇതൊക്കെ പേ ചെയ്യുന്നുണ്ടോയെന്ന് കൂടെ ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ നമ്മളൊരു സ്ട്രോങ് ഡാറ്റ പ്രൊട്ടക്ഷൻ കൊണ്ടുവരുമ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഡാറ്റ സോവർണിറ്റി എൻഫോഴ്സ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡാറ്റ സോവർണിറ്റി എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആണ് ഡാറ്റ സോവർണിറ്റി ആയിട്ട് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ഓഫ് ഡാറ്റയൊക്കെ ഇപ്പോൾ നല്ല സ്ട്രിക്റ്റ് സ്റ്റാൻഡേർഡ്സിന് വിധേയമായിട്ടാണല്ലോ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്രിട്ടിക്കൽ പേഴ്സണൽ ഡാറ്റ എല്ലാം ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കണം എന്നും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഡാറ്റ സോവർണിറ്റി എൻഫോഴ്സ് ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്. അഡ്വാൻറ്റേജസ് എന്ന പോലെ തന്നെ ഈ ഡാറ്റ ലോക്കലൈസേഷന് ചാലഞ്ചസും ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഈ ഫോറിൻ ഫേംസ് ഡാറ്റ സ്റ്റോറിങ് ഇന്ത്യയിൽ നടത്തിയാലും അതിന്റെ എൻക്രിപ്ഷൻ കീസ് നാഷണൽ ഏജൻസീസിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ ചാലഞ്ചായിട്ട് പറയുന്നത്. പിന്നെ ഈ പ്രൊവിഷനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊന്നാണ് ഈ നാഷണൽ സെക്യൂരിറ്റി പോലെയുള്ള വൈഡ് റേഞ്ച് ഡയമെൻഷൻസ് വരുന്നത് മിസ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ സിറ്റിസന്റെ പ്രൈവറ്റ് ലൈഫിലേക്ക് തന്നെ ഇൻട്രൂഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. അപ്പം അത് അതിന്റെ അടുത്ത ചാലഞ്ചാണ്. കൂടാതെ ഈ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയുടെ ഡോമിനോ എഫക്ട്സ് മറ്റുള്ള രാജ്യങ്ങളിലേക്കും കൂടെ വ്യാപിക്കും എന്നുള്ള കാരണം കൊണ്ട്, അതിന്റെ ഭയം കൊണ്ട് ഈ ഇന്റർനെറ്റ് ജെയിൻസ് ആയിട്ടുള്ള ഫേസ്ബുക്ക് അതുപോലെ ഗൂഗിൾ ഒക്കെ ഈ ഡാറ്റ ലോക്കലൈസേഷന് എതിരാണ്. പിന്നെ ഉള്ളതാണ് ഈ ഇന്റർനെറ്റ് മാർക്കറ്റ് പ്ലേസ് കോമ്പറ്റീഷൻ സപ്രസ് ചെയ്യുന്ന ഒന്നാണ് ഡാറ്റ ലോക്കലൈസേഷൻ എന്ന പോയിന്റ്. അപ്പൊ അതില് ഈ ആഗോളപരമായിട്ട് വളരാനായിട്ട് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന നമ്മളെ ഇന്ത്യയിലെ തന്നെ യങ് സ്റ്റാർട്ടപ്സിനും അതുപോലെ തന്നെ ഈ ഫോറിൻ ഡാറ്റ ഇന്ത്യയിൽ സൂക്ഷിക്കുന്ന ലാർജർ ആയിട്ടുള്ള ഫേംസിനും ഒക്കെ ഇതൊരു ഈ ഡാറ്റ ലോക്കലൈസേഷൻ ഒരു തിരിച്ചടിയായിട്ടാണ് കരുതുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഡാറ്റ ലോക്കലൈസേഷന്റെ ചാലഞ്ചസ് ആയിട്ട് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നാഷണൽ സൈബർ സെക്യൂരിറ്റി പോളിസി. നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ സൈബർ അറ്റാക്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് 2013 ഈ ഡ്രാഫ്റ്റ് കൊണ്ടുവരുന്നത്. ഇന്റർനെറ്റ് യൂസേഴ്സിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ അതുപോലെ ഫിനാൻഷ്യൽ ആൻഡ് ബാങ്കിങ് ഡാറ്റ മുതലായവയൊക്കെ സംരക്ഷിക്കേണ്ട തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ആണ് ഈ ഡ്രാഫ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഈ പോളിസിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ, നമ്മൾ മെയിൻസ് ആൻസർ എഴുതുന്ന സമയത്ത് അത് സ്ട്രക്ചർ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നതിനായിട്ട് പഠിക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ പഠിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ആ ഒരു ടൈപ്പിലാണ് നമ്മളിവിടെ പഠിപ്പിച്ചും പോകുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ NCSPന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ മിഷൻ എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അങ്ങനെ ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ആൻസർ സ്ട്രക്ചർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ NCSPയുടെ മിഷൻസ് നോക്കാം. സൈബർ സ്പേസിലുള്ള ഇൻഫർമേഷൻസ് അതുപോലെ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം സംരക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മിഷൻ. സൈബർ ത്രെറ്റ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനെതിരെ റെസ്പോണ്ട് ചെയ്യാനും മാക്സിമം ഇത്തരത്തിലുള്ള സൈബർ ത്രെറ്റ്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സിന്റെയും ജനങ്ങളുടെയും അതുപോലെ തന്നെ ടെക്നോളജിയുടെ ഒക്കെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് സൈബർ ഇൻസിഡൻസ് കൊണ്ടുള്ള വൾണറബിലിറ്റിയും അതുപോലെ തന്നെ ഡാമേജസും കുറയ്ക്കുക.
ഇപ്പം നമുക്ക് NCSPയുടെ സ്ഥാപനോദ്ദേശം എന്തൊക്കെയാണെന്നുള്ളത് ഏകദേശമൊക്കെ മനസ്സിലായല്ലോ. ഇനി അതെങ്ങനെയൊക്കെയാണ് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഈ ഒബ്ജക്റ്റീവ്സിലൂടെ നമ്മൾ നോക്കുന്നത്. എക്കണോമിയുടെ എല്ലാ സെക്ടറിലും തന്നെ ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി അഡോപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി അഡോപ്ഷൻസ് എൻകറേജ് ചെയ്യുക. പിന്നെ സെക്യൂർഡ് ആയിട്ടുള്ള സൈബർ സ്പേസ് എക്കോസിസ്റ്റം ഉണ്ടാക്കുന്നതിനായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ സെക്യൂരിറ്റി പോളിസി ഡിസൈൻ ചെയ്യുന്നതിൽ അഷ്വറൻസ് ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ 24/7 പ്രവർത്തിക്കുന്ന നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെന്റർ എല്ലാം നിർമ്മിക്കാം. നമ്മുടെ IT ഫീൽഡിൽ അവരുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി ടെക്നോളജീസ് തദ്ദേശീയമായി തന്നെ ഡെവലപ്പ് ചെയ്യുക. അതുകൂടാതെ സൈബർ സെക്യൂരിറ്റി കൾച്ചറും അതുപോലെ പ്രൈവസി കൾച്ചറും ഡെവലപ്പ് ചെയ്തുകൊണ്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ സൈബർ സെക്യൂരിറ്റി വിഭാഗത്തിൽ ഏകദേശം 5 ലക്ഷത്തോളം പ്രൊഫഷണൽസ് അടങ്ങുന്ന വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നതുകൂടിയാണ് ഈ NCSPയുടെ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഈ NCSPയുടെ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു സെക്യൂർ സൈബർ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് നാഷണൽ സിസ്റ്റം ആൻഡ് പ്രോസസ്സ് വെച്ച് ഈ സെക്യൂരിറ്റി ത്രെഡ്സിനെതിരെ റെസ്പോണ്ട് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള കമ്പ്യൂട്ടർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്ന നാഷണൽ നോഡൽ ഏജൻസിയാണ് CERT അല്ലെങ്കിൽ ICERT, അതായത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇതിന്റെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ ഹാൻഡ്ലിംഗ് സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസ് എന്നാണ്. ഇത് മിനിസ്ട്രി ഓഫ് IT ആൻഡ് ഇലക്ട്രോണിക്സിന്റെ കീഴിലാണ് വരുന്നത്. ഈ ഏജൻസിക്ക് വെബ്സൈറ്റ്സ് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. IT ആക്ടിന്റെ സെക്ഷൻ 69 അതുപോലെ സെക്ഷൻ 69A ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അടുത്ത സ്ട്രാറ്റജി ആയിട്ട് പറയുന്നതാണ് നമ്മുടെ ഗവേണൻസ് സിസ്റ്റംസ് ഒക്കെ ഗ്ലോബലി ബെസ്റ്റ് പ്രാക്ടീസസ് ഇംപ്ലിമെന്റ് ചെയ്ത് സെക്യൂർ ആക്കുകയും അതുപോലെ തന്നെ പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉപയോഗം കൂട്ടുകയും വേണം എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പബ്ലിക് കീ എൻക്രിപ്ഷൻ മാനേജ് ചെയ്യാനും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ ക്രിയേഷൻ, മാനേജ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ നടത്താനുമായിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ്, പോളിസി, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഇവയൊക്കെയാണ് നമ്മൾ പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് IT ആക്ട് 2000ന്റെ കീഴിൽ ഡൽഹിയിൽ ആരംഭിച്ച ഒന്നാണ് NCIIPC അല്ലെങ്കിൽ നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെന്റർ. ഈ NCIIPCയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ട് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത്. പിന്നെ ഏതൊരു രംഗത്തും ഉള്ളതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി രംഗത്തും അത്യാധുനികമായിട്ടുള്ള റിസർച്ചും ഡെവലപ്മെന്റും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് അതിനോടൊപ്പം ചേർന്ന് എഡ്യൂക്കേഷനും ട്രെയിനിങ് പ്രോഗ്രാമും ഒക്കെ വെച്ചുകൊണ്ട് കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ NCSP അവരുടെ എയിം അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. CERT അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അതെന്താന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സൈബർ സിസ്റ്റം സെക്യൂരിറ്റി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ നോഡൽ ഏജൻസിയാണ് CERT. അപ്പോൾ ഒരു സിംഗിൾ നോഡൽ ഏജൻസി കോർഡിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി മാനേജ്മെന്റ് കുറച്ചുകൂടി മികവുറ്റതാവുന്നുണ്ട്. കോമൺ പീപ്പിളിന് അവയർനെസ് കൂടുതൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരതിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഗ്ലോബൽ ലെവലില് ബെസ്റ്റ് പ്രാക്ടീസസ് കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന്റെ സ്ട്രെസ്സും കുറയുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് NCSPയുടെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാവുന്നവയാണ്. ഒരു പരിധി വരെ സൈബർ സെക്യൂരിറ്റി അഡ്രസ് ചെയ്യുന്നതിൽ NCSP മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് കൺസേൺസ് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ NCSPക്ക് മുന്നിൽ വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ന്യൂ ടെക്നോളജീസ് ആയിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒക്കെ ഉപയോഗം കൊണ്ടുവരുന്ന റിസ്ക്, അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സ് വഴിയുള്ള ക്രിമിനൽ ആൻഡ് ആന്റി നാഷണൽ എലമെന്റ്സ് കൊണ്ടുവരുന്ന റിസ്ക്. ഈ NCSP ഇത്തരത്തിലുള്ള റിസ്കിനെ ഒന്ന് അഡ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ സോൾവ് ചെയ്യുകയോ ചെയ്യുന്നില്ല. കൂടാതെ തദ്ദേശീയമായ ടെക്നോളജി യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അവയ്ക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ചാലഞ്ച്. അപ്പൊ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കോംപ്രഹെൻസീവ് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പൊ ഈ ഇഷ്യൂസിനൊക്കെ ഫലപ്രദമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതുവഴി നമ്മുടെ രാജ്യത്തെ ഡിജിറ്റൽ വേൾഡിൽ ഒരു സൂപ്പർ പവറാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയും. ഒരു ഫേം മാനേജർക്ക് അല്ലെങ്കിൽ ഒരു കീ ഡിസിഷൻ മേക്കേഴ്സിന് റുട്ടീൻ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന
പീപ്പിൾ, പ്രൊസീജിയർ, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഡാറ്റാബേസ് തുടങ്ങിയ ഒരു കളക്ഷനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ MIS എന്ന് പറയുന്നത്. ഈ MIS ഒരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നതിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാക്റ്റഡും അതുപോലെ സമ്മറൈസ്ഡും ആയിട്ടുള്ള ഡാറ്റ, പിന്നെ ഓർഗനൈസേഷൻ മോണിറ്റർ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അക്യുറേറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ ഷെഡ്യൂൾ ബേസിൽ പ്രീ സ്പെസിഫൈഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ്. ഓർഗനൈസേഷൻസിലുള്ള ഈ സ്റ്റാഫ്, ഫെസിലിറ്റീസ്, അതുപോലെ പ്രൊസീജിയേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് മെഷർ ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻസ് ഈ MISന്റെ പ്രാക്ടീഷേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ഈ MIS എന്ന് പറയുന്നത് പീപ്പിൾ ഓറിയന്റഡ് പ്ലസ് കമ്പ്യൂട്ടർ ടെക്നിക് സർവീസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഇന്റർപ്രിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ അക്യുറസി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ കസ്റ്റമർ ഇൻഫർമേഷൻ പോലെയുള്ള ഡാറ്റ പ്ലാൻ ചെയ്യുന്നതിനായിട്ട് ലാർജ് ഓർഗനൈസേഷൻസ് MISനെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ MIS മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓപ്പറേഷണൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ മാനുഫാക്ചറിങ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ഫിനാൻസ് പോലെയുള്ള ഫങ്ഷണൽ ഏരിയാസിനും കൂടെ വേണ്ടിയിട്ട് ഒരു കോമൺ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. ഇതെല്ലാം ആ ബേസിൽ ലിങ്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI. നമ്മുടെ ഈ ഒരു കാലത്തും അതുപോലെ തന്നെ ഭാവിയിലും AIയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും നല്ല പോലെ അറിയാം. അപ്പൊ അതിനെക്കുറിച്ചാണ്, AIയെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമൻ ഇന്റലിജൻസിന് ആവശ്യമായിട്ടുള്ള ടാസ്കുകൾ മെഷീന്റെ ഹെൽപ്പോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതില് മെഷീൻ ലേണിംഗ്, പാറ്റേൺ റെക്കഗ്നിഷൻ, ബിഗ് ഡാറ്റ, ന്യൂട്രൽ നെറ്റ്വർക്ക്സ്, സെൽഫ് അൽഗോരിതംസ് തുടങ്ങിയിട്ടുള്ള ടെക്നോളജീസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇതിന് കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നോളജി തന്നെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ മെഷീനിലേക്ക് ഒരു പർട്ടിക്കുലർ ഡാറ്റ ഫീഡ് ചെയ്യുകയും അതിനുശേഷം ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ റിയാക്ട് ചെയ്യാനായിട്ട് അതിനെ പ്രാപ്തരാക്കുകയും ചെയ്യണം. ഇത് ശരിക്കും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നോളജി തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും മെഷീൻ ലേണിങ്ങിനെയും ഡീപ്പ് ലേണിങ്ങിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പിക്ചറൈസേഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് നമുക്ക് ധാരാളം ഉപയോഗങ്ങൾ ഉണ്ട് നമുക്കറിയാലോ. അപ്പോൾ ഈ AIയുടെ അഡ്വാൻറ്റേജസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ക്രൈം പാറ്റേൺ കണ്ടുപിടിക്കാനും അതുവഴി സസ്പെക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാനും AI ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ക്രൈം റെക്കോർഡ്സ് എല്ലാം ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയിട്ട് സസ്പെക്ട് ഐഡന്റിഫിക്കേഷൻ എളുപ്പത്തിൽ നടക്കാനായിട്ടും AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ USA പോലുള്ള കൺട്രീസിലൊക്കെ ഇതാണ് ഫോളോ ചെയ്യുന്നത്. ഇനിയുള്ളതാണ് അഗ്രികൾച്ചർ. ഈ അഗ്രികൾച്ചർ സെക്ടർ മെയിൻലി ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ആയിട്ടുള്ള ലാക്ക് ഓഫ് അഷ്വേർഡ് ഇറിഗേഷൻ, ഓവർ യൂസ് അല്ലെങ്കിൽ മിസ്യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അഡ്രസ് ചെയ്യാനായിട്ട് AI സഹായിക്കുന്നുണ്ട്. പിന്നെ റിയൽ ടൈം അഡ്വൈസറി, അഡ്വാൻസ്ഡ് ഡിറ്റക്ഷൻ ഓഫ് പെസ്റ്റ് അറ്റാക്സ്, അതുപോലെ പ്രഡിക്ഷൻ ഓഫ് ക്രോപ്പ് പ്രൈസ് മുതലായ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ക്രോപ്പ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഈ AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഹെൽത്ത് സെക്ടർ. നമ്മുടെ റൂറൽ ഏരിയയിലൊക്കെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ലഭിക്കുന്നതിനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുന്ന കണക്ടിവിറ്റി, ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം AI അഡ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ AI ഉപയോഗിച്ചുകൊണ്ടുള്ള ഡയഗ്നോസ്റ്റിക്സ്, പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ്, ഏർലി ഡിറ്റക്ഷൻ ഓഫ് പാൻഡമിക്സ്, ഇമേജിംഗ് ഡയഗ്നോസ്റ്റിക്സ്, ഇവയെല്ലാം തന്നെ ഹെൽത്ത് കെയറിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് AI ബേസ്ഡ് ആയിട്ടാണ്. അടുത്ത സെക്ടർ മാനുഫാക്ചറിംഗ് ആണ്. ഫ്യൂച്ചറിൽ നമ്മൾ മാനുഫാക്ചറിങ് സെക്ടറിനെ കാര്യക്ഷമമാക്കാനായിട്ട് AIക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതെന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കൽ സിസ്റ്റംസ്, അതുപോലെ അൺഎക്സ്പെക്റ്റഡും എമർജൻസി ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള മെഷീനറീസ്, ഇവ രണ്ടും AIയുടെ മെഷീനറി സെക്ടർ കാര്യക്ഷമമാക്കാനായിട്ടുള്ള സംഭാവനകളാണ്. അതുപോലെ എഞ്ചിനീയറിംഗ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, മെയിൻ്റനൻസ്, ക്വാളിറ്റി അഷുറൻസ് മുതലായ മേഖലകളിലും AIയുടെ പ്രവർത്തനം ഉണ്ടാവും. ഇനി സ്മാർട്ട് സിറ്റീസ് ആണ്. റാപ്പിഡ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന പോപ്പുലേഷന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് AI സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ സഹായിക്കുന്നത് വഴി ക്വാളിറ്റി ലൈഫ് നയിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രാഫിക് കൺട്രോൾസ് യൂസ് ചെയ്തുകൊണ്ട് കൺജഷൻ കുറയ്ക്കുന്നത് AIയുടെ ഒരു യൂസ് ആണ്.
അതിനോടൊപ്പം തന്നെ AI ഇപ്പോൾ ക്രൗഡ് മാനേജ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് പേഴ്സണൽസിന് ഈ ക്രൗഡിന്റെ മൂവ്മെന്റ് കാണാനും അതുപോലെ തന്നെ അവരെ കൺട്രോൾ ചെയ്യാനായിട്ടും കഴിയും. ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് വഴി സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ടും AI ഹെൽപ്പ് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പിന്നെ AI വെച്ച് പ്രവർത്തിക്കുന്ന പാർക്ക് മെയിൻ്റനൻസ്, അതുപോലെ പേയ്മെന്റ്, ലൈറ്റനിങ്, ഇതൊക്കെ സ്മാർട്ട് സിറ്റീസിൽ വരുന്ന AI ഉദാഹരണങ്ങളാണ്. ഇനി എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് വരുമ്പോൾ ഗ്രേഡിങ്, മാർക്ക് റിവാർഡിങ്, ഇതെല്ലാം ഇപ്പോൾ AI വെച്ചാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും ആപ്ലിക്കേഷൻസ് വെച്ചിട്ടല്ലേ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആപ്പ് വെച്ചിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അസസ്മെന്റ് വരുന്നത് ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതുകൂടാതെ പേഴ്സണലൈസ്ഡ് ലേണിങ്ങിനും AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് സ്മാർട്ട് മൊബിലിറ്റി ഇൻക്ലൂഡിംഗ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ്. സ്മാർട്ട് ഷെയറിംഗ്, ഗൂഗിൾ അസിസ്റ്റന്റ്, അലക്സ, സിരി, ഡ്രൈവർ അസിസ്റ്റന്റ്, ഓട്ടോമേറ്റഡ് എൻജിൻ മോണിറ്ററിംഗ്, ഇവയെല്ലാം ഈ സെക്ടറിൽ AI സംഭാവനകളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി നമ്മൾ ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ AI കാരണം ഉണ്ടായേക്കാവുന്ന എക്കണോമിക് ഇമ്പാക്റ്റ്, അതുപോലെ സോഷ്യൽ ഡെവലപ്മെന്റ്, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നിവയാണ് നമ്മൾ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എക്കണോമിക് ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്കണോമിയിൽ പ്രൊഡക്ഷന് ഒരു പുതിയ ഫാക്ടർ എന്ന രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവ് ഉണ്ടായിട്ടുള്ളത്. നമ്മളെ ട്രഡീഷണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ലേബർ, ക്യാപിറ്റൽ, ഇന്നോവേഷൻസ്, ടെക്നോളജി എന്നിവയെല്ലാം തന്നെ ഈ AI പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് ഇന്റലിജന്റ് ഓട്ടോമേഷൻ ആണ്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഫിസിക്കൽ ടാസ്കിനെ ഓട്ടോമേറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഓഗ്മെന്റേഷൻ ആണ്. അതില് ഹ്യൂമൻ കപ്പാസിറ്റീസ് ആവശ്യമായിട്ട് വരുന്ന ജോബ്സ് മാത്രം ഹ്യൂമൻസിന് നൽകുകയും ബാക്കിയുള്ളത് ഈ AI സഹായത്തോടെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വഴി ക്യാപിറ്റൽ എഫിഷ്യൻസി ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേതാണ് ഇന്നോവേഷൻ ഡിഫ്യൂഷൻ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ ചെയിൻ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇൻഡസ്ട്രി സെക്ടേഴ്സ് എല്ലാം തന്നെ ഇന്റർഡിപെൻഡന്റ് ആണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സെക്ടറിലുള്ള AI ഇന്നോവേഷൻസ് മറ്റൊരു സെക്ടറിൽ പോസിറ്റീവ് കോൺസിക്വൻസസ് ആയിരിക്കും ഉണ്ടാക്കുക. ഇങ്ങനെ വരുന്നതിനെയാണ് ഇന്നോവേഷൻ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ ഡെവലപ്മെന്റിലും അതുപോലെ ഇൻക്ലൂസീവ് ഗ്രോത്തിലും AI എപ്രകാരമാണ് സഹായിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു രാജ്യത്തെ ലാർജ് സെക്ഷന്റെ ചോയ്സിനെ അഡ്രസ് ചെയ്യാനായിട്ട് AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൂടാതെ ഹെൽത്ത് സെക്ടറിലും ധാരാളം സഹായങ്ങൾ AI വഴി ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ലൊക്കേഷണൽ ബാരിയേഴ്സ് മറികടന്നുകൊണ്ട് ക്വാളിറ്റി ഹെൽത്ത് ഫെസിലിറ്റീസ് ആക്സസ് ചെയ്യാനായിട്ട് AI നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ലാർജ് സെഷനിലുള്ള പോപ്പുലേഷന്റെ ഫിനാൻഷ്യൽ ഗ്രോത്തിനും AI കാരണമാകുന്നുണ്ട്. അഗ്രികൾച്ചർ എന്നുള്ളത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സെക്ടർ ആണല്ലോ. അപ്പൊ നമ്മളെ ഫാമേഴ്സിന് റിയൽ ടൈം അഡ്വൈസ് കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ ഹിഡൻ ഫാക്ടേഴ്സ് അഡ്രസ് ചെയ്യാനായിട്ടും ഈ AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒന്നാണല്ലോ ഈ നഗരവൽക്കരണം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ട സ്മാർട്ട് ആൻഡ് എഫിഷ്യന്റ് ഐഡിയാസ് അല്ലെങ്കിൽ സിറ്റി ബിൽഡിംഗ് ഐഡിയാസ് AI സംഭാവനയായിട്ട് കാണുന്നുണ്ട്. ഇനി റീസെന്റ് ആയിട്ട് ഇന്ത്യ ഈ AI സെക്ടറിൽ നടത്തിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ AIസിനെ പറ്റിയിട്ട് റിസർച്ച് നടത്തുന്ന ഒരു ഫേമാണ് അക്കാദമിയ എന്ന് പറയുന്നത്. ഈ അക്കാദമിയായിട്ട് നമ്മുടെ കോർപ്പറേറ്റ്സ് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഈ IBMന്റെ ബ്ലൂ പ്രൊജക്ട് എന്നത്. നമ്മുടെ രാജ്യത്ത് ഇമേജ് അനലിറ്റിക്സ്, അതുപോലെ ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ധാരാളം സ്റ്റാർട്ടപ്സ് ഉണ്ട്. അനലിറ്റിക് വിദ്യ, ക്രയോൺ ഡാറ്റ, ഈ സ്റ്റാർട്ടപ്സ് എല്ലാം ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. AI പ്രവർത്തനങ്ങളാണ് മെയിൻലി ഇവയിലെല്ലാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കണക്കുകൾ പ്രകാരം 2035 കൂടിയിട്ട് ഈ AI ഏകദേശം $957 മില്യൺ ആയിരിക്കും നമ്മളെ ഇന്ത്യൻ GDPയിൽ ആഡ് ചെയ്യാന്നാണ് പറയുന്നത്. അതായത് ആനുവൽ ഗ്രോത്തില് ഏതാണ്ട് 1.3% പോയിന്റ്സ് കൂടുകയും ചെയ്യും. അടുത്ത ഇനീഷ്യേറ്റീവായിട്ട് നമുക്ക് പറയാവുന്നതാണ് IIT ഹൈദരാബാദ് ബിടെക് കോഴ്സ് ഇൻ AI ലോഞ്ച് ചെയ്തു എന്നുള്ളത്. ഇത് നമ്മുടെ രാജ്യത്തെ ആദ്യമായിട്ടുള്ള AI റിലേറ്റഡ് ഫുൾ ടൈം ബിടെക് കോഴ്സാണ്.
ഇത് കൂടാതെ എഡ്യൂക്കേഷൻ, ഇ-കൊമേഴ്സ്, ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ തുടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സെക്ടേഴ്സിലെല്ലാം തന്നെ എയുടെ ഉപയോഗം നന്നായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. DRDO അതുപോലുള്ള ഡിഫൻസ് ഫോഴ്സസിൽ എല്ലാം തന്നെ AI അതുപോലെ AIയുടെ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഡിഫൻസ് മെഷേഴ്സ് നിർമ്മിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഇടയ്ക്കാണ് നാഷണൽ AI സ്ട്രാറ്റജി ആൻഡ് നാഷണൽ AI പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് വൺ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്, CBSE സിലബസിൽ പഠിക്കുന്ന 9th ക്ലാസ്സിലെ സ്റ്റുഡൻസിന് എലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ AI ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റീസെൻ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവ്സ് AI റിലേറ്റഡ് ആയിട്ട്. ഒരു കോയിൻ്റെ 2 സൈഡ് എന്ന പോലെ ഈ AI കുറച്ച് ചാലഞ്ചസ് കൂടെ ഫേസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിലുള്ള കൊളാബറേഷൻ AIക്ക് ഇല്ല എന്നുള്ളത്. രണ്ടാമതായിട്ട് ലാക്ക് ഓഫ് സഫീഷ്യൻറ്റ് ടാലന്റ് ആണ്. എസ്റ്റിമേറ്റ് പ്രകാരം എമർജിംഗ് ടെക്നോളജീസ് ആയിട്ടുള്ള ഡീപ്പ് ലേണിംഗ് അതുപോലെ ന്യൂട്രൽ നെറ്റ്വർക്ക് തുടങ്ങിയവയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഈ AI പ്രൊഫഷണൽസ് ഏകദേശം 4% മാത്രമേ ഉള്ളൂ നമ്മളെ ഇന്ത്യയിൽ. അതുപോലെ തന്നെ PhD സ്കോളേഴ്സും വളരെ കുറവാണ്. സോ ഈ AI സിസ്റ്റംസ് ഇന്ത്യയിൽ ബിൽഡ് ചെയ്യാനും അതുപോലെ ഡിപ്ലോയ് ചെയ്യാനായിട്ടുള്ള പ്രൊഫഷണൽസ് നമുക്ക് വളരെ കുറവാണ്. അടുത്തത് ഹൈ കോസ്റ്റ് ആൻഡ് ലോ അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. നമ്മളെ AI ബേസ്ഡ് സർവീസിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ്, ട്രെയിനിങ്, ഡിപ്ലോയ്മെന്റ് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇതിൽ പെടുന്നതാണ്. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ റാപ്പിഡ് ആയിട്ട് വളരുന്ന ഒരു മേഖലയാണെങ്കിലും അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് ആണ് ഉള്ളത്. ഈ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ AI ബേസ്ഡ് ആയിട്ടുള്ള ഫേംസ് എല്ലാം ഔട്ട്സൈഡ് കൺട്രീസിൽ പോകാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ AI ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഇന്ത്യൻ റിസർച്ചേഴ്സിന് ലഭിക്കാതെ വരുന്നു. അപ്പം അതിനൊരു പകരമായിട്ടാണ് നമ്മളെ മേഘരാജ് ഇനീഷ്യേറ്റീവ്സ് ഇന്ത്യൻ റിസർച്ചേഴ്സിന് നല്ലൊരു അവസരമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെയുള്ള ചാലഞ്ചാണ് ലാക്ക് ഓഫ് അവയർനെസ് എന്ന് പറയുന്നത്. ഈ AIനെ കുറിച്ചുള്ള അവയർനെസ്സിന്റെ കുറവ്. പബ്ലിക് എന്റർപ്രൈസസ്, ഗവൺമെന്റ് ഏജൻസീസ് എന്നിവയിലൊക്കെ ഉണ്ടാവുന്ന ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിനായിട്ട് AI ഉപയോഗിക്കാന്നുള്ള അവയർനെസ്സിന്റെ കുറവ് AI അഡോപ്ഷൻ ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അടുത്തത് കാമക്കോട്ടി കമ്മിറ്റിയാണ്. വേരിയസ് സെക്ടേഴ്സിൽ AIയുടെ പോസിബിലിറ്റീസ് ലിവറേജ് ചെയ്യുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ച ഒരു കമ്മിറ്റിയാണ് ഈ കാമക്കോട്ടി കമ്മിറ്റി എന്ന് പറയുന്നത്. ഇത് ഹെഡ് ചെയ്തിട്ടുള്ളത് V കാമക്കോട്ടി അദ്ദേഹമാണ്. ക്രോസ് ഇൻഡസ്ട്രി ഇൻഫർമേഷന്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യുന്നതിനായിട്ട് ഡിജിറ്റൽ ഡാറ്റ ബാങ്ക്സ്, മാർക്കറ്റ് പ്ലേസ്, എക്സ്ചേഞ്ചസ് എന്നിവ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അതുപോലെ ഗ്രീവൻസസ് അഡ്രസ് ചെയ്യുന്നതിനായിട്ട് ഡാറ്റ ഓംബുഡ്സ്മാനെ നിയമിക്കുക, പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അവൈലബിലിറ്റി എൻഷുർ ചെയ്യുക, അതിനോടൊപ്പം നാഷണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിഷൻ സെറ്റപ്പ് ചെയ്യുക തുടങ്ങിയവയൊക്കെയാണ് ഈ കാമക്കോട്ടി കമ്മിറ്റിയുടെ കീ റെക്കമെൻഡേഷൻസ് ആയിട്ട് പറയുന്നത്. അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് റോബോട്ടിക്സ്. നമ്മളെല്ലാവരും സോഫിയ റോബോട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. ആദ്യത്തെ റോബോട്ട് സിറ്റിസൺ ആണ് സോഫിയ. 2017 ഒക്ടോബറിലാണ് സൗദി അറേബ്യ ഈ സോഫിയ റോബോട്ടിന് സിറ്റിസൺഷിപ്പ് ഗ്രാന്റ് ചെയ്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഈ റോബോട്ട് ഒരു സോഷ്യൽ ഹ്യൂമനോട് റോബോട്ടാണ്. ഹ്യൂമൻ ഗെസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസും ഇമിറ്റേറ്റ് ചെയ്യുകയും അതുപോലെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി ഹ്യൂമൻസിനെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടും ഈ സോഫിയ റോബോട്ടിന് കഴിവുണ്ട്. 2016 ഫെബ്രുവരി 14 ആക്ടിവേറ്റഡ് ആക്കിയിട്ടുള്ള ഈ സോഫിയ റോബോട്ട് ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള ഹാൻസൺ റോബോട്ടിക്സ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 2017 ഡിസംബർ 30 IIT ബോംബെ സോഫിയ വിസിറ്റ് ചെയ്യുകയുണ്ടായി. ഇത് സോഫിയയുടെ ഫസ്റ്റ് ഇന്ത്യ വിസിറ്റും കൂടി ആയിരുന്നു. ഇനി നമുക്ക് ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ആൻഡ് പബ്ലിക് റോബോട്ട്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. കേരള ഗവൺമെന്റും ജെൻ റോബോട്ടിക്സും ചേർന്ന് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള സ്പൈഡർ ഷേപ്ഡ് റോബോട്ടാണ് ബാൻഡിക്കൂട്ട് എന്ന് പറയുന്നത്. ഇതൊരു മാൻഹോൾ ക്ലീനിങ് റോബോട്ടാണ്. ഇനി സാംസങ് അവരുടെ നോയിഡയിൽ തുടങ്ങിയ പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ 80 എപ്സൺ റോബോട്ട്സിനെ യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഈ ICICI ബാങ്ക് അവരുടെ കറൻസി നോട്ട്സ് സോർട്ട് ചെയ്യുന്ന 14-15 ലൊക്കേഷൻസിൽ റോബോട്ടിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹെൽത്ത് സെക്ടറിൽ ഹെൽത്ത് കെയർ ഓപ്പറേഷൻസിനായിട്ടും ഇപ്പൊ നമ്മൾ റോബോട്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ വൻകിട ഹോസ്പിറ്റലുകളിൽ റോബോട്ടിക് സർജറീസ് ഒക്കെ നടത്തുന്നുണ്ടെന്ന്. അടുത്തത് മാനവാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് 3D പ്രിന്റഡ് ഹ്യൂമനോയിഡ് റോബോട്ടാണ് മാനവ്. പിന്നീട് മിത്ര. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഹ്യൂമനോയിഡ് റോബോട്ടാണ് മിത്ര. ഹ്യൂമൻസ് ആയിട്ട് സ്മാർട്ട്ലി ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത് ഈ മിത്രയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയും അമേരിക്കൻ ബിസിനസ് വുമനായ ഇവാങ്ക ട്രംപും ചേർന്ന് 2018 ഗ്ലോബൽ ഓൺട്രപ്രണർഷിപ്പ് സമ്മിറ്റിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അല്ലെങ്കിൽ IED ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ റിക്കവർ ചെയ്യാനുമായിട്ട് DRDO ഡിസൈൻ ചെയ്ത റോബോട്ടാണ് ദക്ഷ്. ഇന്ദ്രോ റോബോട്ട്സ് ആണ് അടുത്തത്. ലൈറ്റ് വെയ്റ്റ് ടാസ്കുകളായിട്ടുള്ള എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷൻ അതുപോലെ കുറച്ച് ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ റോബോട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള അലുമിനിയം, വുഡ്, കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക് തുടങ്ങിയവ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു റോബോട്ടാണ് ഈ ഇന്ദ്രോ. ഇത് റിപ്പോർട്ട് ചെയ്തതിൽ വെച്ചിട്ട് തദ്ദേശീയമായി നിർമ്മിച്ച ടോളസ്റ്റ് ഹ്യൂമനോയിഡ് റോബോട്ടാണ്. അപ്പൊ റോബോട്ടിക്സ് എന്താണെന്നും പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി റോബോട്ടിക്സ് ഇന്ത്യയിൽ നേരിടുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ആദ്യത്തേത് ലാക്ക് ഓഫ് ഹാർഡ്വെയർ എക്കോസിസ്റ്റം ആണ്. ഈ ഹാർഡ്വെയർ എക്കോസിസ്റ്റത്തിന്റെ കുറവ് കാരണം നമ്മൾ മിക്ക കോമ്പോണൻസും മറ്റു കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇത് നമ്മളെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കൂടാനായിട്ട് കാരണമാവുന്നുണ്ട്. അടുത്തത് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ്. ഏതെങ്കിലും ഒരു കമ്പനി നമ്മളെ ഇന്ത്യയിലേക്ക് റോബോട്ട്സിനെ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 26.85% ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതൊരു സീരിയസ് ഹിൻഡ്രൻസ് തന്നെയാണ്. ക്രിട്ടിക്കൽ ഹ്യൂമൻ റിസോഴ്സ് ആണ് നെക്സ്റ്റ് ഇഷ്യൂ. അതായത് ഈ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പേഴ്സൺസിന്റെ കുറവ്. നമ്മളെ ഇന്ത്യയില് അത്യാധുനികമായ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഈ റോബോട്ടിക്സ് മേഖലയിൽ നടത്താനായിട്ട് കഴിവുള്ള പേഴ്സൺസിന്റെ കുറവ് കാണുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പ്രകാരം അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് സർവേ 2016 പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് റോബോട്ടിക്സ് നമ്മളെ ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്. ഇതോടുകൂടി നമ്മളെ 3rd മോഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.